ലാലേട്ടനും ശോഭന ചേച്ചിയും എന്നിവരെ കൊന്നിക്കാൻ പോകുന്ന സിനിമയായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ 360ാമത് സിനിമ. സിനിമയുടെ ഷൂട്ട് ഇന്നലെ ഏപ്രിൽ 22 മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 80-90 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടാവുക എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ട് നടക്കാൻ പോകുന്ന തൊടുപുഴയിൽ വെച്ചിട്ടായിരിക്കും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറേ ഫോട്ടോസ് പുറത്ത് വന്നിട്ടുണ്ട്. ശോഭന ചേച്ചി, ഫർഹാൻ ഫൈസൽ, അതുപോലെ തന്നെ മണിയൻ പിള്ള രാജു, ബിനു പപ്പു എന്നിവരൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ലാലേട്ടന് ഒരു സാധാരണക്കാരൻ, ഒരു ഓർഡിനറി ടാക്സി ഡ്രൈവറിൻ്റെ വേഷത്തിൽ വരഞ്ഞിരിക്കുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മുടെ ജേക്സ് ബിജയ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കാനായിട്ട്. അദ്ദേഹത്തിനെ കുറിച്ച് മ്യൂസിക് ട്രാക്സ് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത നമ്മുടെ ദുൽഖർ സൽമാൻ്റെ, അതുപോലെ തന്നെ തിയേറ്റർ റിലീസിന് വരഞ്ഞിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ മെയ് മാസമാണ് ആ സിനിമ തിയേറ്റർ റിലീസിന് വരഞ്ഞിരിക്കുന്നത്. ആ സിനിമയിലൊക്കെ ഗാനങ്ങൾ തയ്യാറാക്കിയും കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഈ സിനിമയിൽ നല്ലൊരു ബീജം തന്നെ ഉണ്ടാക്കട്ടെ. തരുൺ മൂർത്തിയാണ് സിനിമ ഡയറക്ടർ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബസൂക്ക സിനിമയുടെ ഭാഗത്തു നിന്നാണ്. സിനിമയുടെ കിടിലൻ ടീസർ ഈ വരുന്ന മെയ് മാസം ആദ്യവാരം പുറത്തിറങ്ങാൻ പോവുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന ഭാഗമായിട്ട്. അതുപോലെ തന്നെ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഡിനോ ഡെന്നിസ് ആണ് സിനിമ ഡയറക്ടർ. പുതിയൊരു ഡയറക്ടറും കൂടെ ഡെബ്യൂട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മൈനസ് ഉണ്ടാകാൻ ചാൻസ് കാരണമുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ തന്നെ അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും കൂടിയാണ് ഡെബ്യൂട്ടായ ഡയറക്ടറാണെന്ന്. സിനിമ ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് സെക്കൻഡ് ലുക്ക്, തേർഡ് ലുക്കൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗൗതം വാസുദേവൻ, അതുപോലെ തന്നെ മെഗാസ്റ്റാർ എന്നിവരൊക്കെ സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രത്തിൽ വരും. സിനിമേൻ്റെ ഒരു കിടിലൻ ടീസറിനായിട്ട് കാത്തിരിക്കും മെയ് മാസം ആദ്യവാരം. അടുത്ത അപ്ഡേറ്റ് അമൽ നീരത് കുഞ്ചക ബോഹ് ഫഹദ് ഫാസിൽ സിനിമയാണ് ഈ വരുന്ന ഒക്ടോബർ മാസം റിലീസിന് വരഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 10 എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് റിലീസ് ഡേറ്റ്. സിനിമയിൽ BGM ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ സുഷിൻ ശ്യാം ചേട്ടനാണ്. ചേട്ടൻ തന്നെ റീസെൻ്റ്ലി വന്ന ആവേശം സിനിമേൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് അദ്ദേഹത്തിന് അടുത്ത പ്രൊജക്റ്റ് അമൽ നീരത് അണ്ണനായിട്ടാണെന്നാണ്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 10 നമുക്ക് കാത്തിരിക്കാം ഈ സിനിമേൻ്റെ കിടിലൻ റിലീസിനായിട്ട്. ഒക്ടോബർ 10 സിനിമ തിയേറ്റർ റിലീസ് ഉന്നം വെച്ച് വരാനിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മിക്കായൽ സിനിമയിൽ ഒരു സ്റ്റാൻഡ് അലോങ് ഫിലിം എടുക്കാൻ പോവുകയാണ്. ആ സിനിമേൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ മാർക്കോ ജൂനിയർ എന്നാണ് ഈ സിനിമയ്ക്ക് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്കാണ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം ഫസ്റ്റ് വീക്ക് സിനിമ ഷൂട്ട് ആരംഭിക്കുന്നതായിരിക്കും. സിനിമേൻ്റെ ആദ്യ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് മൂന്നാറിൽ വെച്ചിട്ടായിരിക്കും. സെക്കൻഡ് ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് എറണാകുളത്ത് വെച്ചായിരിക്കും. എന്തായാലും നമുക്ക് മാർക്കോ ജൂനിയർ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത ഒരു അടിപൊളി കിടിലൻ ക്യാരക്ടർ മൂവിക്കായിട്ട് കാത്തിരിക്കും. ഒരു വില്ലൻ വേഷത്തിലായിരിക്കും മിക്കവാറും ഇദ്ദേഹം വരാനിരിക്കുന്നത് ഈ സിനിമയിൽ. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.